നമസ്കാരം. മലബാർ മീഡിയ ന്യൂസിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലും മറ്റു പ്രദേശങ്ങളിലുമുള്ള നാളത്തെ വോട്ടെടുപ്പിൻ്റെ ക്രമീകരണങ്ങളൊക്കെ എവിടം വരെയായി, എന്തൊക്കെയായി എന്ന് പ്രിസൈഡിംഗ് ഓഫീസർമാരെ കണ്ട് അത് ചോദിച്ചറിയുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ മാഡം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മാഡം പ്രതിനിധാനം ചെയ്യുന്ന ഈ ബൂത്തിനെക്കുറിച്ചും ഇവിടുത്തെ സ്ഥിതികളെക്കുറിച്ചും ചെറിയ വാചകങ്ങളിലൊന്ന് പറയാമോ? നമ്മൾ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് വളരെ നല്ല ശാന്തമായ അന്തരീക്ഷം. നമ്മൾ പിന്നെ നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ എൻ്റെ കൊളീഗ്സ് എല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 5:30 തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയി വരുന്നു. പോളിംഗ് ഏജന്റുമാരും സ്ഥാനാർത്ഥികളൊക്കെ വന്നു പോയോ? ആരും വന്നിട്ടില്ല. അവരൊക്കെ പുറകെ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. സബോർഡിനേറ്റ്സ് മറ്റുള്ള ആളുകളെല്ലാവരും, മറ്റുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഉദ്യോഗസ്ഥരൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ വിളിക്കുന്നുണ്ട്, വിസിറ്റ് ചെയ്യുന്നുണ്ട്. ശാന്തമായ അന്തരീക്ഷം, അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാമോ? എടപ്പുഴയാണ് സ്ഥലം. അതിനെപ്പറ്റി, ഈ പ്രദേശത്തെ പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. കേട്ടത് പേരാവർ വളരെ ശാന്തമായ പ്രദേശമാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത്. സാറേ നമസ്കാരം. മലബാർ മീഡിയ ന്യൂസിൻ്റെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നാളത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ അയ്യങ്കുന്ന് പഞ്ചായത്തിലുള്ള വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന അല്ലെങ്കിൽ ആ ഭാഗമായിട്ടുള്ള ബൂത്ത് ലെവലിലുള്ള പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ സാറ് പ്രതിനിധാനം ചെയ്യുന്ന അയ്യങ്കുന്ന് പഞ്ചായത്തിലെ കരിക്കോട്ടക്കരി വില്ലേജിലുള്ള കരിക്കോട്ടക്കരി ഈ ബൂത്തിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ചെറിയ വാചകങ്ങളൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം പരമാവധി എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കുക, ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരസ്യ പ്രചാരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാവരും പരമാവധി ഈ ലിസ്റ്റിലുള്ള എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തും എന്ന് തന്നെയാണ്. കാരണം എല്ലാവരും ബോധവാന്മാരാണ് ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാകണമെന്നുള്ളതും ഭരണാധികാരികളെ തിരഞ്ഞെടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണ ബോധം അവർക്കുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. നാളെ രാവിലെ 7 മണിക്കാണ് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണിക്ക് ആരംഭിച്ചുകൊണ്ട് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്ക് തന്നെ അത് അവസാനിക്കും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടെ തന്നെ ഈ ബൂത്തിൽ നമുക്ക് ഏകദേശം 1000-ന് മുകളിലോളം വോട്ടേഴ്സ് ഉണ്ട്. അവർക്കെല്ലാവർക്കും ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാറിനെ സംബന്ധിച്ച് സാറിൻ്റെ കൊളീഗ്സും ടീമും എല്ലാം അതിനുള്ള എല്ലാ പരിപൂർണ്ണ സജ്ജമായിട്ടുണ്ട്. യെസ് എല്ലാ ഓഫീസേഴ്സും അതേപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറും ഫസ്റ്റ് പോളിംഗ്, സെക്കൻഡ് പോളിംഗ്, തേർഡ് പോളിംഗ് എല്ലാവരും ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാം റെഡിയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി കൊണ്ട് നമ്മളുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും. രാവിലെ 5:30 മോക്ക് പോൾ സ്റ്റാർട്ട് ചെയ്യും. 7 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ആക്ച്വൽ പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിവിടെ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അങ്ങാടിക്കടവ് സ്കൂളിലെ നാളത്തെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളമായി എന്ന ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. ജസ്റ്റ് ഒന്ന് പറയാമോ? ഞാൻ ഇവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസറാണ്. നമ്മളിപ്പോൾ ഒരു 2 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കുടുംബശ്രീയിൽ നിന്ന് ഭക്ഷണം എത്തിച്ചിട്ടുണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചു. ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ പേപ്പർ വർക്കൊക്കെ തുടങ്ങി കണ്ടസ്റ്റന്റ് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ടിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പോലീസ് അധികാരികളൊക്കെ വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഇവിടുത്തെ BLO ആണ്. ഈ ഏരിയയിലും ബൂത്ത് 36-ന്റെ BLO ആണ്. എല്ലാ സജ്ജീകരണങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാനിപ്പം 2:30-3 മണിയായപ്പോൾ എത്തി. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗി. പ്രിസൈഡിംഗ് ഓഫീസർ മാഡത്തിന്റെ പേരും കൂടെ? എൻ്റെ പേര് ജയ. സ്വദേശം? ഒന്ന് പേര് പറയണമെന്നില്ല, മറ്റുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? നമ്മൾ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേപ്പേഴ്സ് വർക്കെല്ലാം ചെയ്യാണ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.
നമസ്കാരം. നമ്മൾ മലബാർ മീഡിയ ന്യൂസിലൂടെ ഇവിടുത്തെ സ്ഥിതിഗതികളെ കുറിച്ചൊക്കെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ സാറ് പ്രതിനിധാനം ചെയ്യുന്ന ബൂത്തിനെ കുറിച്ച് ഒന്ന് ചെറിയ വാചകങ്ങളിൽ. നമ്മുടെ ബൂത്ത് പേരാവൂർ നിയോജകമണ്ഡലത്തിലെ 39 ഇന്നുകരി എന്ന വാർഡാണ്. ഏകദേശം 970 വോട്ടേഴ്സുള്ള വാർഡാണ്, ബൂത്താണ്, പോളിംഗ് സ്റ്റേഷനാണ്. അപ്പോൾ ഏതായാലും നല്ല അനുഭവത്തിലാണ് നമ്മൾ വന്നത്. നല്ല ദൂരമുണ്ട്. എന്തായാലും കളക്ഷൻ സെൻറ്റർ പേരാവൂറാണ്. പേരാവൂർന്ന് ഇവിടത്തേക്ക് എത്താൻ നല്ല ദൂരമുണ്ട്. പിന്നെ വന്നപ്പം ഉള്ള സാഹചര്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് ഇവിടെ. BLO ലെവലിലും അതുപോലെ സെക്ടർ ഓഫീസും എല്ലാവരും വിളിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. മൊബൈൽ റേഞ്ച് കുറവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓൺലൈൻ അപ്ഡേഷൻ വേണ്ട ഒരു സാഹചര്യത്തിൽ മൊബൈൽ റേഞ്ചിൻ്റെ ഒരു സൗകര്യമില്ലാതെ ഒരു വിഷമമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. നമ്മൾ ഒരു ഇലക്ഷൻ ആകുമ്പം തീർച്ചയായിട്ടും നമ്മളതിൽ ജനാധിപത്യത്തിൻ്റെ ഭാഗവാക്കായിട്ട് വരുമ്പം നമ്മളെല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. നല്ല രീതിയിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഒരു ബൂത്താണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 800ഓളം ആൾക്കാർ സാധാരണ രീതിയിൽ വരാറുണ്ടെന്ന് വിവരം കിട്ടി. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. സാറേ നമസ്കാരം. നമസ്കാരം. മലബാർ മീഡിയ ന്യൂസിൻ്റെ റിപ്പോർട്ടേഴ്സാണ്. നമ്മൾ ഈ നാളത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തുള്ള സ്കൂളുകളിലും അതുപോലെ തന്നെ ഇവിടുത്തെ ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ BLOമാരോടും അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർമാരോടും ഇവിടുത്തെ സ്ഥിതിഗതികളെക്കുറിച്ചൊന്ന് അറിയുന്നതിനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ബൂത്തിനെക്കുറിച്ചും ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചും ഒന്നും ചെറിയ വാചകങ്ങളൊന്നും പറയുക. സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ മലബാർ മീഡിയയുടെ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നങ്കരി ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 39ാം ബൂത്താണ്. പേരാവൂർ LICയിലെ 39ാമത്തെ ബൂത്താണ് ഇന്നങ്കരി ബൂത്ത്. ഇവിടെ ഏതാണ്ട് 974 വോട്ടർമാരാണ് നമ്മുടെ ഈ ബൂത്തിലുള്ളത്. ആ വോട്ടർമാരിൽ തന്നെ ഒരു 15% ഗോത്രവിഭാഗത്തിൽ, പണിയ ഗോത്രവിഭാഗത്തിലുള്ള വോട്ടർമാരാണ്. പിന്നെ ഇവിടെ പൊതുവെ ശാന്തമായിട്ടാണ് തെരഞ്ഞെടുപ്പെല്ലാം നടക്കുന്നത്. ശാന്തമായിട്ടാണ്, മറ്റ് പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. എല്ലാവരും സൗമ്യരായിട്ടുള്ള നല്ല വോട്ടർമാരാണ്. നമ്മളിങ്ങനെ ഈ മീഡിയയിലൂടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എത്തിക്കുമ്പോൾ നമ്മൾ ജനങ്ങൾക്ക് പൊതുവെ ഈ തെരഞ്ഞെടുപ്പിൻ എന്ന് പറയുന്ന ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ബോധ്യം ഉണ്ടാവുകയും അതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സാറിൻ്റെ നിലവിലെ തസ്തിക എന്താണെന്നും അതുപോലെ സാറിൻ്റെ പ്രദേശവും സാറിൻ്റെ പേരും കൂടെ ഒന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ സൂചിപ്പിക്കാവോ? ഞാൻ ഈ അയ്യങ്കുന്ന് സ്വദേശി തന്നെയാണ്. അയ്യങ്കുന്നിലെ ഇന്നങ്കരി സ്വദേശി തന്നെയാണ്. ഞാൻ മട്ടന്നൂർ ജില്ലാ ട്രഷറിയിലെ സീനിയർ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ഷാജു പാറയ്ക്കൽ എന്ന് അറിയപ്പെടുന്ന. സന്തോഷം. ശരി, താങ്ക് യു.